യുൻജുൻ എന്നെ ഹെൽപ്പ് ചെയ്യ്, ഞാൻ അവനെ ഇഷ്ടപ്പെടാൻ പോവാണ് ഗാങ്ങിന് എന്ന് യൂൻജുൻ്റെ അടുത്ത് പറയുന്ന ആജിൻ. ഇവിടെ പാവം ഗാങ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന് ഹീറോയിൻ ഭയങ്കര ഡേഞ്ചർ ആണെന്നും അവളൊരു സൈക്കോ ആണ്, അവളുടെ അടുത്ത് നിന്ന് വിട്ടു നിൽക്കുന്നുള്ള രീതിക്ക് ആരുടെയോ അടുത്തുനിന്ന് മെസ്സേജ് വരുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ യൂൻജിനെ കാണാൻ വേണ്ടിയിട്ട് യൂൻജിൻ്റെ അമ്മ വരുന്നുണ്ട്. ആ സമയത്ത് അമ്മേനെ ക്രോസ് ചെയ്ത് അപ്പുറത്തൂടെയാണ് യൂൻജിൻ പോകുന്നത്. സോ വീട്ടിൻ്റെ ഉള്ളിലുള്ളത് ആജൻ മാത്രമാണ്. ആജൻ അകത്തിരിക്കുമ്പം ആരോ കോളിംഗ് ബില്ലടിക്കുന്നുണ്ട്. ഡോറും തുറന്നു കൊടുക്കുന്നു. അകത്തേക്ക് വരുന്ന അമ്മയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം. അവളുടെ മുടി പിടിച്ച് ഭയങ്കരമായിട്ട് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്. യൂൻജിൻ്റെ അമ്മേനെ കണ്ടിട്ടാണ് ഹീറോയിൻ വാതിൽ ഓർക്കുന്നത്. ഇവളെ വേണമെന്ന് വെച്ചാണോ ഇത് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും രണ്ടുപേരും തമ്മിൽ വാഗ്വാദമുണ്ട്. അമ്മ അവളെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടിരുന്ന യൂൻജിൻ രണ്ടുപേരെയും പിടിച്ച് മാറ്റിയിട്ട് അമ്മേൻ്റെ അടുത്ത് ചൂടാവുന്നു. അവളൊരുമാതിരി പ്രൊവോക്ക് ചെയ്യുന്നതാണ് കാണാൻ അമ്മേൻ്റെ അടുത്ത് സംസാരിച്ചത് പോലും. എന്നിട്ട് യൂൻജിൻ ഒന്ന് മാറ്റി നിർത്തുമ്പം, നീ ഇത് കണ്ടില്ലേ, ഞാൻ ഇപ്പോഴും ആ നരകത്തിൽ തന്നെയാണ് ഉള്ളത്, ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ എന്നും പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ട്. പുറകെ തന്നെ യൂൻജുനും അവളെ കൊണ്ടുവിടാമെന്നും പറഞ്ഞ് കാറ് കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. അടുത്ത ദിവസം ആജനും ഗാങ്ങിനും ഒരു റൊമാൻറ്റിക് സീനിൻ്റെ ഷൂട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് താങ്ക് യു എന്നും പറഞ്ഞ് അവൾ പോകുന്ന സമയം, എനിക്ക് അതിൻ്റെ അടുത്തൊന്ന് സംസാരിക്കണം എന്നും പറഞ്ഞ് അവൻ അവളെ കൂട്ടിയിട്ട് പോന്നു. സംഭവം ഒരു ചെറിയ അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൂട്ടിയിട്ട് വന്നിട്ടുള്ളത്. ഗാങ് ഒരു ഐഡലായിട്ടാണ് അവൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് അവനെക്കാട്ടും പോപ്പുലറായിട്ട് അവൻ്റെ ഗ്രൂപ്പിൽ ഒരാളുണ്ടായിരുന്നു, ഏറ്റവും ചെറിയ ആള്. ഒരു ദിവസം പെർഫോമൻസിന് മുന്നേ നല്ലൊരു മീലിന് പകരമായിട്ട് കൺവീനിയൻസ് സ്റ്റോറിൽ നിന്ന് ഗാങ് ആണ് മാക്രോൺസ് അവനെ മേടിച്ചുകൊണ്ട് കൊടുത്തത്. അതിലെ നട്ട്സ് ഉണ്ടായിരുന്നു. അത് അലർജിക്കായിട്ട് അവനെ കൊണ്ട് മര്യാദയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ പയ്യന് വയ്യാത്തയും കൊണ്ട് അന്നത്തേക്കുള്ള ടൈം ലൈറ്റ് കുറച്ചു പേർക്കെങ്കിലും ഗാങ്ങിന്റെ മേലെയായിരുന്നു. അങ്ങനെയാണ് അവന്റെ ആക്ടിങ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതും ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കുന്നതും. ശരിക്കും പറഞ്ഞാൽ ആ നട്ട്സ് അതിലുണ്ട് എന്നുള്ള കാര്യം ഗാങ് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും അത് പറഞ്ഞില്ല, ജസ്റ്റ് നോക്കി നിന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ ചെക്കനെ വയ്യാണ്ടായതും. ആ പയ്യൻ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി വിട്ടേ പോയി. ഇപ്പം വേറൊരു ജോബ് ചെയ്താണ് ജീവിക്കുന്നത്. താൻ കാരണമാണല്ലോ അവന്റെ ജീവിതം ഇങ്ങനെ ആയി പോയത് എന്ന് ഗാങ്ങിന് ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ ആ ചെറുക്കൻ എപ്പോഴും ഇവനെ ടി വി കാണുമ്പം അവനെ എൻകറേജ് ചെയ്തുകൊണ്ട് ഓരോ ഗിഫ്റ്റ് ഒക്കെ അയക്കും. പക്ഷെ ഗാങ്ങിനെ സംബന്ധിച്ച് അതെന്തിനാണ് അയക്കുന്നതെന്ന് അറിയത്തില്ല. ശരിക്കും താൻ ചെയ്തത് അവൻ അറിയാവോ, അതോ ശരിക്കും സ്നേഹം കൊണ്ട് ജെന്യൂനായിട്ട് എൻകറേജ് ചെയ്ത് മെസ്സേജ് അയക്കുന്നതാണോ എന്ന്. ഈ കഥയൊക്കെ പറഞ്ഞു കഴിയുമ്പം ഇതെന്തിനാ എൻ്റെ അടുത്ത് പറയുന്നത് എന്ന് ഹീറോയിന് മനസ്സിലാവുന്നില്ല. ആനിവേഴ്സറിൻ്റെ അന്ന് ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നെ എങ്ങനെയാണ് നിന്റെ സീനിയർ ഉപദ്രവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിന്റെ സ്ഥാനത്ത് പഴയ എന്നെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. നിനക്ക് അല്ലാതെ തന്നെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും. ഇപ്പോൾ പോലും എനിക്ക് ആ ഒരു ഗിൽറ്റ്, ആ ഒരു റിഗ്രറ്റ് എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു അവസ്ഥ നിനക്കും കൂടെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് എന്ന് അവളുടെ നല്ലതിന് വേണ്ടിയിട്ട് നല്ലൊരു ഉപദേശം കൊടുത്തിട്ട് പോകുന്നുണ്ട്. ഇവിടെ ആജിന് പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്ന് കോൾ വരുന്നുണ്ട്. 2 പ്രാവശ്യം വന്നിട്ടാണ് എടുക്കുന്നത്. നോക്കുമ്പോൾ ഡിറ്റക്റ്റീവ് അവളെ പേഴ്സണലായിട്ടൊന്ന് കാണണം, അന്ന് സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ബാക്കി സംസാരിക്കണം എന്നാണ് പറയുന്നത്. അഥവാ വന്നിട്ടില്ലെങ്കിൽ ഇവളുടെ ഒരു ചെറിയ സീക്രട്ട് കിട്ടിയാൽ പോലും വലിയ പ്രശ്നമാണല്ലോ. അങ്ങനെ അവളുടെ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന പറയുമ്പം അവളും വഴിയില്ലാതെ സമ്മതിക്കുന്നുണ്ട്. ഗാങ് ഒരു ക്ലബിലാണുള്ളത്. അവിടെ അവന്റെ മുന്നേ ഉണ്ടായിരുന്ന ഗ്രൂപ്പിലെ ഫ്രണ്ട്സ് ഉണ്ട്, അഥവാ മെമ്പേഴ്സ്. ഇപ്പൊ അവരുടെ ഗ്രൂപ്പ് പിരിഞ്ഞു പോയിട്ട് ഒരുപാട് കാലമായി. ഇങ്ങനെ പിരിഞ്ഞു പോയിട്ടുള്ള മിക്ക ടീംസിലെ ആൾക്കാരും ഗ്രൂപ്പായിട്ട് തന്നെ കാണാറുണ്ട്. പക്ഷെ ഇവർ തമ്മിൽ കണ്ടിട്ടേ ഇല്ല. അതിനെ കാരണം ഗാങ്ങിന്റെ ഗിൽറ്റാണ്. ആ പയ്യന് ഇവനെ കാണുന്നുണ്ട്, പക്ഷെ ഇവൻ അവനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ല. ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ പോലും ഗാങ്ങിന് താല്പര്യമില്ല. അങ്ങനെ പുറത്തേക്ക് ഇരുന്ന സമയത്ത് ഹീറോയിൻ അങ്ങോട്ടേക്കാണ് ആ ഡിറ്റക്റ്റീവ് പറഞ്ഞിട്ട് വന്നേക്കുന്നത്. അവൾ അവനെ ക്രോസ് ചെയ്തു പോന്നു. രണ്ടുപേരും തൊപ്പിയേക്കിട്ട് മറിച്ചിട്ടാണ് ഉള്ളതെങ്കിലും അത് ആജിനല്ലേ പോയത് എന്ന് ഗാങ്ങിന് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു VIP റൂമിലേക്കാണ് ഹീറോയിൻ പോകുന്നത്. നോക്കുമ്പോൾ അവിടെ കുറെ പേര് ഡ്രഗ്സ് ഒക്കെ എടുത്ത് കുറച്ച് വൾഗറായിട്ടൊക്കെ പെണ്ണുങ്ങളുടെ കൂടെയും ആണുങ്ങളുടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഡിറ്റക്റ്റീവിനെ നോക്കുമ്പോൾ കാണുന്നില്ല. കോള് വിളിച്ചിട്ട് അവിടെ ഒരു നീല ടീഷർട്ട് ഇട്ട ആളെ കണ്ടോ, അയാളുടെ അവസ്ഥയായിരിക്കും നിനക്ക്. കരിയറിൽ വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അയാളുടെ എന്തോ ഒരു ചെറിയ സീക്രട്ട് പുറത്തു വന്നത്. അതോടെ ജീവിതം മൊത്തം നശിച്ചു. ഇപ്പോൾ ഇങ്ങനെ കുടിച്ച് ഡ്രഗ്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുവാണ്. നിന്റെ കാര്യം പുറത്തറിഞ്ഞു എന്ന് വെച്ചോ, നിന്റെ അവസ്ഥയും ഇത് തന്നെയായിരിക്കും. അത് കാണിക്കാൻ വേണ്ടി വിളിച്ചതാണ്, നന്നായിട്ട് നോക്കിക്കോ എന്ന് നന്നായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ജസ്റ്റ് ഫോൺ വിളിച്ച് പറയുന്നേ ഉള്ളൂ, നേരിട്ട് പറയുന്നൊന്നുമില്ല. ആജൻ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഗാങ് അവളുടെ അടുത്ത് സംസാരിക്കുന്നു. ഇവള് VIP റൂമിലേക്കാണല്ലോ പോയത്. അങ്ങനെ പോകുന്നത് ശരിയായിട്ടുള്ളൊരു പ്രവൃത്തിയല്ല. ഇത് CEOയ്ക്ക് അറിയാതെയാണ് പോയതും. താല്പര്യം ഉണ്ടായിട്ട് വന്നതല്ല, ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് ആജൻ. എങ്കിൽ ആരെ കാണാനാ വന്നത് എന്ന് പറയാന്ന്
ഗാങ് ഇവളെ കൊണ്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. ഒന്നും മിണ്ടാതിരിക്കുമ്പം പറയാൻ പറ്റത്തില്ലെങ്കിൽ ഇറങ്ങിക്കോന്ന് പറഞ്ഞ് അവളെ അവിടെ ഇറക്കി വിട്ടിട്ട് അവൻ ഒറ്റയ്ക്കായിരുന്നു പോവാണ്. ഇവിടെ ജയ ഹീറോയിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മോഷണമൊക്കെ നിർത്തിയിട്ട് നല്ല രീതിക്കാണ് ജീവിക്കുന്നതെങ്കിൽ അവളെ കൊണ്ട് അവനെ കൂടുതൽ യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ വാക്കിന് വേണ്ടിയിട്ട് അവക്ക് വേണ്ടി യൂസ് ആവാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ജോലിക്ക് വന്നേക്കാണ്. എന്തോ അന്വേഷിക്കുന്ന ഒരു കമ്പനിയാണ്. പ്രൈവറ്റ് ആയിട്ട് ഡീറ്റെയിൽസ് ഒക്കെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എടുത്തു കൊടുക്കുന്നതിനെ കൂട്ട പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സ് ഉണ്ടല്ലോ, അങ്ങനെയാണോ എന്നറിയത്തില്ല. എന്തായാലും അതേ കൂട്ടൊരു കമ്പനിയാണ്. ആളെ ലെജിറ്റിമേറ്റ് ആയിട്ട് തന്നെയാണോ ചെയ്യുന്നത്, ഇല്ലീഗൽ ഒന്നും അല്ലല്ലോ എന്നൊരു ടെൻഷൻ. അഥവാ ആണെങ്കിൽ അവളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട, നിന്റെ ഗേൾ ഫ്രണ്ട് ഒന്നും പറയത്തില്ല ഇത് ലെജിറ്റിമേറ്റ് തന്നെയാണെന്ന്. ഓണർ പറയുന്നതിന് അതിന് എനിക്ക് എവിടുന്ന ഗേൾ ഫ്രണ്ട് എന്ന്. അതെ നിനക്ക് ഗേൾ ഫ്രണ്ട് ഇല്ല, പിന്നെ ആ വരച്ചോണ്ടിരിക്കുന്നതൊക്കെ ആരെയാണെന്ന് ചോദിക്കുമ്പം അതൊക്കെ ശരി തന്നെ, അവളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ജയ് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് എങ്ങനെയെങ്കിലും ഒക്കെ അവളെ കണ്ട് അവക്ക് യൂസ് ആവണമെന്ന് ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ശരി ഇതാണ് നിന്റെ ആദ്യത്തെ വർക്ക് എന്ന് പറഞ്ഞ് ഒരു പോലീസുകാരനെ കുറിച്ച് അന്വേഷിക്കാനാണ് കൊടുക്കുന്നത്. അല്ല മനുഷ്യ, നിങ്ങളല്ലേ പറഞ്ഞത് ലെജിറ്റിമേറ്റ് ആയത് മാത്രമേ ഉള്ളൂ എന്ന്, എന്നിട്ടാണോ പോലീസിനെ നോക്കാൻ വിടുന്നത്? അങ്ങേരെ കറപ്ഷനൊക്കെ കാണിച്ചിട്ടുള്ള മോശപ്പെട്ട പോലീസാണ്, അതുകൊണ്ട് പേടിക്കണ്ട, നന്നായിട്ട് റിസർച്ച് ചെയ്ത് ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചിട്ടോ. ജയു അതിർത്ത് നോക്കുന്നുണ്ട്. അവൻ അന്വേഷിക്കേണ്ടത് നമ്മുടെ ഡിറ്റക്റ്റീവിനെ കുറിച്ചാണ്. ലെന ആരെയോ വിളിച്ച് ഡിറ്റക്റ്റീവിനെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ സംഭവമായിരിക്കണം. അതിന്റെ ഭാഗമായിട്ട് നല്ല തിരക്കുള്ളൊരു റെസ്റ്റോറൻറ്റിലിരുന്നാണ് ഡിറ്റക്റ്റീവ് ഫുഡ് കഴിക്കുക. അവിടെ പോയിട്ട് ഫോൺ എടുക്കലാണ് ലക്ഷ്യം. വെള്ളം കുടിക്കുന്ന പോലെ തിരിഞ്ഞു പറഞ്ഞ് ആളുടെ മേത്തേക്ക് കഴിച്ചുകൊണ്ടിരുന്ന ഫുഡ് മറച്ചിടുന്നുണ്ട്. ആ ഗ്യാപ്പില് പുള്ളിയുടെ ഫോണ് വേറൊരു ഫോൺ വെച്ച് സ്വാപ്പ് ചെയ്യുന്നു. നനഞ്ഞതുകൊണ്ട് ഡിറ്റക്റ്റീവ് അവിടുന്ന് പോകുന്നുണ്ട്. ഇവനാണെങ്കിൽ അതിലെ ഡീറ്റെയിൽസ് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡിവൈസ് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോയ ഡിറ്റക്റ്റീവ് തന്റെ ഫോണ് മാറിപ്പോയി അറിഞ്ഞതും തിരിച്ചു വരും. പേടിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് 80 കഴിയുമ്പോഴേക്കും തന്നെ പുള്ളി അടുത്തേക്ക് വരുന്നുണ്ട്. ഭാഗ്യത്തിന് കറക്റ്റ് അടുത്തെത്തുമ്പോൾ 100 ആവുന്നു. അങ്ങനെ കൊടുത്തും വിടുന്നു. അത് കഴിഞ്ഞ് ഡിറ്റക്റ്റീവ് ഒരു റിപ്പോർട്ടറെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അവിടെയും പോയിട്ട് അവരുടെ ഫോണ് കണക്ട് ചെയ്തേ കൊണ്ട് അവര് തമ്മിൽ സംസാരിക്കുന്നത് ജയും കേൾക്കുന്നുണ്ട്. അതിനെ കുറിച്ചാണ് ഡിറ്റക്റ്റീവ് റിപ്പോർട്ടറുടെ അടുത്ത് പറയുന്നത്. എന്താ പറയുന്നതെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ കട്ട് ചെയ്ത് ജയനെ ഏൽപ്പിച്ചു തന്ന ആളുടെ അടുത്ത് ഇതാരാ നിങ്ങൾ ഏൽപ്പിച്ചത്, എന്തിനാ അതിനെ കുറിച്ച് അന്വേഷിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് യൂഞ്ചിനൊരു കോൾ വരുന്നുണ്ട്. ആ റൂഫ് ടോപ്പ് മർഡർ കേസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, അതായത് ആദ്യം ചെയ്ത കൊലയെ കുറിച്ച്. ജയാണ് സംസാരിക്കുന്നതെന്നുള്ള കാര്യം യൂഞ്ചിന് ആദ്യം മനസ്സിലാവുന്നില്ല. അങ്ങനെ മനസ്സിലായി കഴിയുമ്പം ഇവർ തമ്മിൽ മീറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. എന്താ നടന്നതെന്ന് ചോദിക്കുന്നതിന് ഞാൻ കറക്റ്റായിട്ട് തെളിവായിട്ട് പറഞ്ഞു തരാമെന്നും പറഞ്ഞ് ആജിനാണ് കൊന്നത് എന്ന് പറയാതെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ ഫ്രെയിം ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. ജയാണെങ്കിൽ ആകെപ്പാടെ ചൂടായിട്ട് നീ ഉള്ളപ്പോൾ അതെങ്ങനെയാ നടക്കാൻ വിട്ടത് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൂടാവുന്ന കേട്ടിട്ട് എടാ അതിനെ കേസ് ഒന്നും ഇല്ലാതെയാണ് അവൾ പുറത്തു വന്നത്, ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേപോലെ ആ ഡിറ്റക്റ്റീവും റിപ്പോർട്ടറും സംസാരിച്ചതും കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആജിനാണ് കൊല ചെയ്തത്, പക്ഷെ അവളല്ല കൃത്യമായിട്ട് ചെയ്തതെങ്കിലും അവൾക്ക് അതിൽ പ്രധാനമായിട്ടുള്ള പങ്കുണ്ട്. എന്നിട്ട് ബോസിനെ കുടുക്കിയതാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ പറയുന്ന ആ ഒരു ഓഡിയോയും കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് തനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ലായിരുന്നു എന്ന് യൂൻചൻ പറയുമ്പം അപ്പൊ നീ അവളെ സംശയിച്ചോന്ന് അവൻ അതിനും ദേഷ്യം. ആ ഡിറ്റക്റ്റീവ് പുള്ളി ഭയങ്കര സീനാണെന്ന് യൂൻചൻ. അവളെ ജസ്റ്റ് TV-യിൽ കണ്ടിട്ട് അവള് നന്നായിട്ടിരിക്കുന്നു എന്നാ ഞാൻ വിചാരിച്ചത്, നീ പറ ഞാൻ എന്ത് ചെയ്യണമെന്ന്. ജയ് ആജിൻ യൂൻചനെ കാണാൻ വന്ന് ഡിറ്റക്റ്റീവിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഫോളോ ചെയ്യുന്നുണ്ട്. പുള്ളിന്റെ റൂട്ട് ഓൾമോസ്റ്റ് ഇങ്ങനെ മനസ്സിലായിട്ട് നിൽക്കുവാണ്. പേടിക്കണ്ട, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരാളും കൂടി ഉണ്ട്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേറൊരാളോ എന്നവള് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മുടെ ജയ വന്ന് കഥകിനെ തട്ടുന്നുണ്ട്. ആരാണെന്നുള്ള രീതിക്ക് യൂഞ്ചൻ അവന്റെ കൈ പിടിക്കുമ്പം ആളെ കണ്ടാല് നീ ഹാപ്പി ആവുമെന്നും പറഞ്ഞിട്ടാണ് യൂഞ്ചൻ പോയി കഥക് തുറക്കുന്നത്. യൂഞ്ചന്റെ അടുത്ത് എത്ര നേരാടാ കഥക് തുറക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ തണുത്ത് ചത്തുപോയതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നീ എന്തായാലും ഇപ്പൊ വന്നില്ലേ, പോയിട്ട് ഹായ് പറ. ഇവരെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ആജിന് മനസ്സിലാവുന്നുണ്ട് ആരാ വന്നതെന്ന്. ഞാനിപ്പോ ആരുടെ അടുത്താ ഹായ് പറയേണ്ടിയെന്നും പറഞ്ഞ് വന്ന് നോക്കുന്ന ജയ്ക്ക് ഭയങ്കര സന്തോഷം. ആജിനാണല്ലോ മുന്നിലുള്ളത്. സന്തോഷം എന്ന് പറയുന്നതിനെക്കാട്ടും സ്തംഭിച്ച അവസ്ഥയാണ്. നേരെ വന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. ഒരു വർത്താനം പോലും ഇല്ല. അത് കഴിഞ്ഞ് 3 പേരും കൂടെ സംസാരിക്കുകയാണ്. 3 പേരും കൂടെ സംസാരിക്കുന്നു എന്ന് പറയുന്നതിനെക്കാട്ടും അവർ രണ്ടും സംസാരിക്കുന്നത് യൂഞ്ചൻ നോക്കിയിരിക്കുന്നു. ഇപ്പൊ എന്ത് ജോലിയാ ചെയ്യുന്നേന്ന് ചോദിക്കുന്നതിന് പലതും ചെയ്യാറുണ്ട്. ഡെലിവറി ചെയ്യുക, പിന്നെ ആർക്കെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യണമെങ്കിൽ അത് ചെയ്യുക, അങ്ങനെ ഓഫീസിൽ നിന്ന് എന്താണോ പറയുന്നത് അത് ചെയ്യുക എന്നും പറഞ്ഞ വിസിറ്റിംഗ് കാർഡും കൊടുത്ത് നീ ഇപ്പൊ വലിയ സെലിബ്രിറ്റി ഒക്കെ അല്ലേ, അപ്പൊ എന്നെ കണ്ടിട്ടുണ്ടേല് അറിയാത്ത പോലെ നിൽക്കുന്ന ഞാൻ വിചാരിച്ചത്, പക്ഷെ നീ ഭയങ്കര ലോയലാണ് കേട്ടോ എന്നും പറഞ്ഞ് അടുത്തേക്ക് അത് നിന്ന് പറയുമ്പം അപ്പുറത്തിരുന്ന ഒരു ജീവൻ ഇതിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്.
അവളാണെങ്കിൽ നീ എൻ്റെ അടുത്തേക്ക് വരണ്ട വിട്ട് നിൽക്കുക എന്നുള്ള രീതിക്ക് പറയുന്നതിന് അവളുടെ അടുത്തേക്ക് വരുമ്പം ഫുള്ള് പ്രശ്നമായിരിക്കുമല്ലോ, അതുദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. പറ്റത്തില്ലെന്ന് ജെ, എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ കാണണം, അതിലിപ്പോൾ എന്താ തെറ്റെന്ന് ജെ. അതിന് നമ്മളെപ്പോഴാ ഫ്രണ്ടായത് അവള്. ശരിയാ, നമ്മള് ഫ്രണ്ട്സ് അല്ല ബോസ്. അവള് ചിരിച്ചോണ്ട് ഫുഡ് മേടിച്ചിരാന്ന് പറയുമ്പം എനിക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ളതാ വേണ്ടതെന്ന് പറഞ്ഞ് ഓരോന്നിന്റെ പേരൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവൾ അത്രയും അത് അവള് ഹാപ്പി ആയിട്ട് കേട്ട് ചിരിച്ചുകൊണ്ടൊക്കെയാണ് നിൽക്കുന്നത്. ജയും അതെ, ഭയങ്കര ഹാപ്പി ആയിട്ട് അവരുടെ ലോകത്ത് അവര് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിക്കാണ് ഹാപ്പി ആയിട്ട് ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവെ ആജൻ ചിരിക്കുന്നത് ഒന്നെങ്കിൽ വിരക്തിയിലായിരിക്കും, അല്ലെങ്കിൽ ചുമ്മാ അഭിനയിക്കുന്നതോ അങ്ങനെയൊക്കെ ആയിരിക്കും. മനസ്സുകൊണ്ട് ചിരിക്കുക എന്നൊക്കെ പറയുന്നത് ഈ ഒരു സീനിൽ മാത്രമാണ് ഇത്രയും എപ്പിസോഡായിട്ട് കണ്ടിട്ടുള്ളത്. ആജിന്റെ സന്തോഷം അത്ഭുതം തോന്നുമെങ്കിൽ ജയന്റെ സന്തോഷം നമുക്കും സന്തോഷം ഉണ്ടാക്കും. ഹീറോയിൻ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് യൂഞ്ചിൻ അവിടെ ഇരുന്നിട്ട് ഒരക്ഷരം മിണ്ട പോലും ഇല്ല, ചുമ്മാ അങ്ങനെ നോക്കി രസിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവളെ ടാക്സിയിൽ കയറ്റി വിടുന്ന സമയത്ത് ജയ അവക്ക് വേണ്ടിയിട്ട് ഒരു ബർണർ ഫോൺ കൊടുക്കുന്നുണ്ട്. യൂഞ്ചിൻ അപ്പോഴും ഒരക്ഷരം മിണ്ടുന്നില്ല. അവള് പോകുന്നതടക്കം എല്ലാം ചുമ്മാ നോക്കിക്കും. ജയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ശരിക്കും നമ്മള് സ്ട്രേഞ്ചേഴ്സ് ആവേണ്ടതല്ലേ, നിനക്ക് ശരിക്കും എന്നെ ഇഷ്ടമല്ലല്ലോ എന്ന് ജയ ചോദിക്കുന്നതിന് ശരിയാണ്, എനിക്ക് നിന്നെ തീരെ ഇഷ്ടമല്ലെന്ന് യൂഞ്ചുൻ. പിന്നെ നീ എതിരെ എന്നെയും കൊണ്ട് ആജിന്റെ അടുത്ത് സംസാരിപ്പിച്ചെന്ന് ചോദിക്കുന്നതിന് അത് മാത്രല്ല യൂഞ്ചിനും ആജിനെ ഇഷ്ടമാണ് എന്നുള്ളത് ജയ്ക്കറിയാം. അത് ചോദിക്കുന്ന കേട്ടിട്ട് അത് അത്രയ്ക്ക് ഓപ്പൺ ആയിട്ട് തിരിയുന്നുണ്ടോന്ന് യൂഞ്ചുൻ. ആർക്കറിയോ ഇല്ലയോ, പക്ഷെ താൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ മറ്റൊരാൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പേഴ്സൺ ഉറപ്പായിട്ടും മനസ്സിലാവും. അതേ കണക്ക് തന്നെ ജയ്ക്കും അത് നന്നായിട്ട് തന്നെ അറിയാം. അവളെ ഇഷ്ടമാണെന്നൊന്നും യൂഞ്ചിൻ പറയുന്നില്ല, പക്ഷെ അവക്ക് ഒരു നോർമൽ ആയിട്ടുള്ള ലൈഫ് കിട്ടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഞാൻ കാരണമാണെന്ന് തോന്നുന്നില്ല, പക്ഷെ നിന്നെ കൊണ്ടത് പറ്റുമായിരിക്കും. എന്ത് തേങ്ങയാടാ നീ പറയുന്നത്, കുറച്ച് മനസ്സിലാവുന്ന കണക്ക് പറയാന്ന് ജയ്. നേരത്തെ അവള് ചിരിച്ചത് നീ കണ്ടില്ലായിരുന്നു, വല്ലപ്പോഴും മാത്രമേ അവൾ അങ്ങനെ ചിരിക്കാറുള്ളൂ എന്നും പറഞ്ഞ് യൂഞ്ചിൻ അവിടുന്ന് പോകുന്നു. ഇവനാണെങ്കിലും മനസ്സിലാവുന്നില്ല എന്തുദ്ദേശിച്ചിട്ടാണ് ഇവനിങ്ങനെ പറഞ്ഞതെന്ന്. അതുകൊണ്ട് യൂഞ്ചിന്റെ അടുത്ത് തന്നെ ചോദിക്കുന്നുണ്ട് പിന്നെ അവൾ എങ്ങനെയാ ചിരിക്കാന്ന്. അങ്ങനെ അവന്റെ പുറകെ പോകുന്ന ജയ അവര് പിന്നെ എന്തെങ്കിലും സംസാരിച്ചൊന്നും നമുക്കറിയത്തില്ല. തൽക്കാലം ഇവിടെ വെച്ച് ഈ ഒരു പാർട്ട് അവസാനിപ്പിക്കാം. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള എപ്പിസോഡാണ്.